ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ് ബേസായിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് LDC 2014 വയനാട് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിരുന്നു. LDC 2014 വയനാട് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അൺടു ദി ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ്? ജോൺ റസ്കിനാണ് അൺടു ദി ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ്. ജോൺ റസ്കിൻ. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമാണ് അൺടു ദി ലാസ്റ്റ്. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമാണ് അൺടു ദി ലാസ്റ്റ്. ജോൺ റസ്കിന്റെ അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകം സർവോദയം എന്ന പേരിൽ ഗാന്ധിജി ഗുജറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. ജോൺ റസ്കിന്റെ അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി സർവോദയം എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ടോൾസ്റ്റോയ്. ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടോൾസ്റ്റോയ് ആണ്. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകം വായിച്ച ശേഷമാണ് ഗാന്ധിജി ഫീനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിച്ചത്. അൺടു ദി ലാസ്റ്റ് എന്ന കൃതി വായിച്ചതിന് ശേഷമാണ് ഗാന്ധിജി ഫീനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിച്ചത്. ഗാന്ധിജി മാതാവിന് തുല്യമായി കണക്കാക്കിയ കൃതി ഭഗവത്ഗീതയാണ്. ഗാന്ധിജി മാതാവിന് തുല്യമായി കണക്കാക്കിയ കൃതി ഭഗവത്ഗീതയാണ്. ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ? ബ്രഹ്മോസ് മിസൈലാണ് ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ. ഇന്ത്യയുടെ ശബ്ദാതിവേഗ മിസൈലാണ് ബ്രഹ്മോസ്. ഇന്ത്യയുടെ ശബ്ദാതിവേഗ മിസൈലാണ് ബ്രഹ്മോസ്. റഷ്യയുടെ സഹായത്തോടെയാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത്. റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വികസിപ്പിച്ച മിസൈലാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസിന്റെ ദൂരപരിധി 290 കിലോമീറ്ററാണ്. 290 കിലോമീറ്ററാണ് ബ്രഹ്മോസിന്റെ ദൂരപരിധി. ബ്രഹ്മോസ് മിസൈലിന് ശബ്ദത്തേക്കാൾ 2.8 മടങ്ങ് വേഗമുണ്ട്. ബ്രഹ്മോസ് മിസൈലിന് ശബ്ദത്തേക്കാൾ 2.8 മടങ്ങ് വേഗതയുണ്ട്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര, റഷ്യയിലെ മോസ്കോവ എന്നീ നദികളുടെ പേരിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന പേരുണ്ടായത്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര, റഷ്യയിലെ മോസ്കോവ എന്നീ നദികളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന പേരുണ്ടായത്. ഭാവിയിലെ മിസൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അസ്ത്രയാണ്. ഭാവിയിലെ മിസൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അസ്ത്രയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി? ബ്രഹ്മപുത്രയാണ് ഇന്ത്യയുടെ ചുവന്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിലെ ചെമയോങ് ദുങ് ഹിമാലയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിലെ ചെമയോങ് ദുങ് ഹിമാലയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര നദി പതിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര നദി പതിക്കുന്നത്. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര നദിയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ടിബറ്റിൽ സാങ്പോ എന്നും അരുണാചൽ പ്രദേശിൽ ഡിഹാങ് എന്ന പേരിലും ആസാമിൽ ബ്രഹ്മപുത്ര എന്ന പേരിലും ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നു. ടിബറ്റിൽ സാങ്പോ എന്ന പേരിലും അരുണാചൽ പ്രദേശിൽ ഡിഹാങ് എന്ന പേരിലും ആസാമിൽ ബ്രഹ്മപുത്ര എന്ന പേരിലും ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിലും അറിയപ്പെടുന്നു. ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും ഇന്ത്യയുടെ ദേശീയ നദിയും ഗംഗയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം? ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. കേരളത്തിൽ 5 ദേശീയോദ്യാനങ്ങളുണ്ട്. ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടുംചോല, ആനമുടിച്ചോല, മതികെട്ടാൻചോല എന്നിവ. കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങൾ ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടുംചോല, ആനമുടിച്ചോല, മതികെട്ടാൻചോല എന്നിവയാണ്. കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങളിൽ സൈലന്റ് വാലി ഒഴികെ 4 ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങളിൽ സൈലന്റ് വാലി ഒഴികെ 4 ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്.
വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോലയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ. ബാക്കിയെല്ലാം ഇടുക്കി ജില്ലയിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ധനകാര്യമന്ത്രി അച്യുതമേനോൻ. അച്യുതമേനോനാണ് കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ധനകാര്യമന്ത്രി. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത് സി അച്യുതമേനോനാണ്. സി അച്യുതമേനോനാണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത്. നിയമസഭ അംഗമാകാതെ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയും സി അച്യുതമേനോനാണ്. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ എക്സൈസ് മന്ത്രിയാണ് കെ ആർ ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ എക്സൈസ് മന്ത്രിയാണ് കെ ആർ ഗൗരിയമ്മ. കേരള നിയമസഭയിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. കേരള നിയമസഭയിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കറാണ്. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ വ്യക്തി പട്ടം താണുപിള്ളയാണ്. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ വ്യക്തിയാണ് പട്ടം താണുപിള്ള. കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി. 837 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യൻ നദി. ഇതിന് ശരിയായിട്ടുള്ള ഉത്തരമില്ല. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. അതിൻ്റെ നീളം 858 കിലോമീറ്റർ ആണ്. 858 കിലോമീറ്ററാണ് മഹാനദിയുടെ നീളം. മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിൽ നിന്നാണ്. പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന മഹാനദിയാണ്. നാസിക്കിലെ ത്രയംബകം എന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്ററാണ്. 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം. നാസിക്കിലെ ത്രയംബകം എന്ന സ്ഥലത്ത് നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ് കൃഷ്ണ നദിയുടെ ഉത്ഭവം. അതിൻ്റെ നീളം 1400 കിലോമീറ്ററാണ്. 1400 കിലോമീറ്ററാണ് കൃഷ്ണ നദിയുടെ നീളം. ഇത് ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ്. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിലെ അമർഗണ്ഡക് കുന്നിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ നീളം 1210 കിലോമീറ്ററാണ്. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിലെ അമർഗണ്ഡക്കിൽ നിന്നാണ് നർമ്മദ നദിയുടെ ഉത്ഭവം. ഇതിൻ്റെ നീളം 1210 കിലോമീറ്ററാണ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ത്രിവർണ പതാകയാണ് ദേശീയ പതാക. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. 3:2. ദേശീയ പതാകയിലെ കുങ്കുമ നിറം ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. ദേശീയ പതാകയിലെ കുങ്കുമ നിറം ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. വെള്ള നിറം സൂചിപ്പിക്കുന്നത് സത്യവും സമാധാനത്തെയുമാണ്. സത്യത്തെയും സമാധാനത്തെയുമാണ് വെള്ളനിറം സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഒരു ത്രിവർണ പതാക വിദേശത്ത് ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. ജർമ്മനിയിൽ മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു ത്രിവർണ പതാക വിദേശത്ത് ആദ്യമായി ഉയർത്തിയത്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് സുഭാഷ് ചന്ദ്രബോസിനോട് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് സുഭാഷ് ചന്ദ്രബോസിനോട് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി.
മുൻപത്തെ വീഡിയോകളിൽ നമ്മൾ സോൾവ് ചെയ്ത LDC 2011 മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും PDF രൂപത്തിൽ ആവശ്യമാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രീവിയസ് സോൾവെയർ പേപ്പർ എന്നൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ മറ്റ് പല സോൾവ്ഡ് പേപ്പറിൻ്റെയും ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയ്യാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ. ബാരനാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വൾക്കൻ എന്ന പദത്തിൽ നിന്നാണ് അഗ്നിപർവ്വതം എന്ന വാക്കുണ്ടായത്. വൾക്കൻ എന്ന പദത്തിൽ നിന്നാണ് അഗ്നിപർവ്വതം എന്ന വാക്കുണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഇന്ത്യൻ ഉപദ്വീപിലെ ഡെക്കാൻ ട്രാപ്പ് മേഖലയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഇന്ത്യൻ ഉപദ്വീപിലെ ഡെക്കാൻ ട്രാപ്പ് മേഖലയാണ്. വെസൂവിയസ്. വെസൂവിയസ് എന്ന അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ഇറ്റലിയിലാണ്. ഇറ്റലിയിലാണ് വെസൂവിയസ് അഗ്നിപർവ്വതം. ഇറ്റലിയിലുള്ള മറ്റൊരു അഗ്നിപർവ്വതമാണ് എറ്റ്ന. എറ്റ്ന എന്നത് ഇറ്റലിയിലുള്ള മറ്റൊരു അഗ്നിപർവ്വതമാണ്. ഫ്യൂജിയമ ജപ്പാനിലാണ്. ജപ്പാനിലാണ് ഫ്യൂജിയമ. ഇട്ടി അച്ചുവുമായി ബന്ധപ്പെട്ടത് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഇട്ടി അച്യുതനുമായി ബന്ധപ്പെട്ടത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് സഹായിച്ച ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് സഹായിച്ച ഈഴവ വൈദ്യനാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചന നിർവഹിച്ചത് അഡ്മിറൽ വാൻറീഡാണ്. അഡ്മിറൽ വാൻറീഡാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചന നിർവഹിച്ചത്. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ്. വില്യം ലോഗനാണ് മലബാർ മാനുവൽ രചിച്ചത്. പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്ന കൃതിയുടെ കർത്താവ് അജ്ഞാതനാണ്. പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീയുടെ കർത്താവ് അജ്ഞാതനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അറിവില്ല. ആരാണ് എഴുതിയെന്ന് അറിവില്ല. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ മണൽപ്പുറത്ത് 12 വർഷത്തിലൊരിക്കൽ നടത്താറുണ്ടായിരുന്ന പ്രസിദ്ധ ഉത്സവമായിരുന്നു മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ മണൽപ്പുറത്ത് 12 വർഷത്തിലൊരിക്കൽ നടത്താറുണ്ടായിരുന്ന പ്രസിദ്ധ ഉത്സവമായിരുന്നു മാമാങ്കം. അവസാനത്തെ മാമാങ്കം നടന്നത് 1755 1755. ആദ്യത്തേത് AD 829 ആദ്യത്തെ മാമാങ്കം നടന്നത് AD 829